ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ ഈസി ആയിട്ട് ഒരു ചിക്കൻ കറി വെച്ചാലോ. ഇന്ന് എനിക്ക് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും കുക്കിങ്ങിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു വളരെ ഈസി ആയിട്ട് ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നമുക്ക് ചിക്കൻ കറി വെക്കാൻ പോയാലോ. ആദ്യം തന്നെ നമ്മൾ അടുപ്പ് കത്തിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു ചെറിയൊരു കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അപ്പം ചെറിയൊരു കുക്കർ തന്നെ ധാരാളമായിരുന്നു. അപ്പം അതിലോട്ട് ആദ്യം 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചൂടാവുന്ന ഒരു ടൈം, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക് 3 അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ബ്രൗൺ കളർ ആവണം കേട്ടോ. അപ്പോൾ 2 വലിയ സവാള, 2 തക്കാളി, 2 പച്ചമുളക് ഇതായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് ആവുന്ന ടൈമിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കണം. ഇവിടെ സാധാരണ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അരച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ കുറച്ച് അരച്ച ഒരിതിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും കൂടിയിട്ട് അടിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വന്നിട്ട് നമ്മുടെ ഈ സവാളയിലോട്ട് ഇട്ട് കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ മിക്സ് റെഡി ആവുമ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ചീനിച്ചട്ടിയിൽ ഇതിന്റെ കണക്ക് എന്ന് പറയുന്നത് 1:2 റേഷ്യോ ആണ് കേട്ടോ. ഇത് നമ്മൾ മസാലാസ് ആണ് ആഡ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്താൽ 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കണം. ആ ഒരു കണക്കിലാണ് ഇത് പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 4 ടീസ്പൂൺ മുളക് പൊടി, ആ ഒരു കണക്കിലാണ് നമ്മളിത് എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോവും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഡാർക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് അതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ മിക്സ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന സവാള അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ചിക്കൻ പീസസ് ആഡ് ചെയ്യുക. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കിലോളം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ അതിനുശേഷം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫുൾ മസാലാസും ഈ ചിക്കനിൽ പിടിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഈ ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒരു 1/2 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം ചിക്കനിൽ തന്നെ വെള്ളം ഊറി വരും. അപ്പം അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഭയങ്കരമായിട്ട് കുളം പോലെ ആയിപ്പോവും അതിനകത്ത്. അപ്പം അതുകൊണ്ട് അത്രയും ഇത് വേണ്ടാത്തത് കൊണ്ട് ആവശ്യത്തിന് മാത്രം നിങ്ങൾ വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് കുക്കർ അടച്ച് 4 വിസിലാകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. ആവിയൊക്കെ പോയതിന് ശേഷം വേണം കുക്കർ തുറക്കാനായിട്ട്. വെറുതെ ആക്രാന്തം വെച്ച് നേരത്തെ തുറന്ന് കയ്യിൽ ആവി അടുപ്പിക്കരുത്. ആഹാ, നമ്മുടെ അടിപൊളി ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇത്തിരി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഞാൻ അടച്ച് വെച്ചേക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സെർവ് ചെയ്യാൻ ടൈം ആകുമ്പോഴാണ് പിന്നെ ഞാനിത് തുറക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഈസി ചിക്കൻ കറിയുടെ റെസിപ്പി? അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഫീഡ്ബാക്ക് ഒക്കെ എന്നോട് കമൻസിൽ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഫോർ ഈസിയർ റെസിപ്പീസ് പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.